ബഹുമാനപ്പെട്ട ശ്രീ അഹമ്മദ് ദേവർകോവിൽ, അങ്ങേക്ക് 8 മിനിറ്റ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ധനാഭ്യർത്ഥനയെ ഞാൻ പിന്താങ്ങും. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയെന്ന രീതിയിൽ UDFിൻ്റെ ആളുകൾ ഇവിടെ വളരെ ശക്തമായ രീതിയിൽ പ്രചണ്ഡമായ ചില പ്രചാരണങ്ങൾ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം മുഖ്യമന്ത്രിക്കെതിരായി നടത്തുന്ന ഒരുതരം പ്രചാരവേലകളായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇലക്ഷൻ സമയങ്ങളിലും ജനാധിപത്യ പ്രക്രിയയിൽ ഊന്നിനിന്നുകൊണ്ടുള്ള പ്രചരണത്തിൽ നിന്ന് മാറി മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനുള്ള ശ്രമങ്ങളാണ് UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. മുസ്ലിം ലീഗ് വലിയ വിജയം നേടിയെന്നാണ് ലീഗിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലീഗ് എല്ലാ കാലത്തും കേരളത്തിൽ 2 സീറ്റിൽ മത്സരിക്കും, 2 സീറ്റിൽ ജയിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യവും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടില്ല. കാരണം 3 സീറ്റിന് ഞങ്ങൾക്ക് അർഹതയുണ്ട്, 4 സീറ്റിന് അർഹതയുണ്ട് എന്നൊക്കെ മുസ്ലിം ലീഗ് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഒരു സീറ്റ് പോലും അധികം കൊടുക്കാൻ അവർക്ക് UDF തയ്യാറാവാതെ വന്നപ്പോൾ അതിനെതിരായി ഒരു അക്ഷരം ഉരിയാടാൻ പോലും സാധിക്കാതെ പോയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്രാവശ്യത്തെ വിജയത്തിൽ വോട്ട് കൂടിയെന്നാണ് ലീഗ് പറയുന്നത്. എങ്ങനെയാണ് വോട്ട് കൂടിയത്? തീവ്ര വർഗീയ പ്രസ്ഥാനങ്ങളെ ചേർത്ത് പിടിച്ചില്ലേ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടി നേടിയ വോട്ട് ഇപ്രാവശ്യം നിങ്ങളോടൊപ്പം ചേർക്കണ്ടേ? SDPI നേടിയ വോട്ട് നിങ്ങളോടൊപ്പം ചേർക്കണ്ടേ? ഈ വോട്ടുകളൊക്കെയും ചേർത്തുകൊണ്ട് ഇവിടെ സമുദായം അപകടത്തിലാണെന്ന രീതിയിൽ പ്രചണ്ഡമായ വർഗീയ പ്രചരണം നടത്തിക്കൊണ്ടല്ലേ വോട്ട് കൂട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് എന്നതിൻ്റെ ഉത്തരം പറയാനുള്ള ബാധ്യത സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾക്കുണ്ട്. വടകരയിലെ പ്രതിനിധി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഹരിഹരൻ നടത്തിയിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട്. ഹരിഹരൻ നടത്തിയ പ്രസ്താവന കോഴിക്കോട്ടെ ഒരു പരിപാടിയിൽ ഒരു സമസ്ത നേതാവിന് നമസ്കരിക്കാനുള്ള സൗകര്യം സ്റ്റേജിൽ ഇടതുപക്ഷം ചെയ്തു കൊടുത്തു എന്നത് വലിയ അപരാധമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ സംഘടനയാണല്ലോ. ബാങ്ക് വിളിച്ചാൽ നമസ്കരിക്കണമെന്നത് മുസ്ലിം ലീഗുകാർക്കും മുസ്ലിങ്ങൾക്കും പൊതുവെ നിർബന്ധമായൊരു കടമയാണ്. അത് എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് നിർവഹിക്കാൻ അവർക്ക് അനുവാദമുണ്ട് എന്നതുകൊണ്ട് തന്നെ അതിനെ പ്രശംസിക്കാൻ ബാധ്യസ്ഥരായവർ അത് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാനാണ് ചെയ്തത് എന്ന ദുഃഖസത്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ 3 സീറ്റുകളാണ് കേരളത്തിൽ രാജ്യസഭയിലേക്ക് ഒഴിവ് വരുന്നത്. ആ രാജ്യസഭയിൽ ഒരു സീറ്റിൽ മുസ്ലിം ലീഗിന് അർഹതപ്പെട്ടതാണ്. പക്ഷേ മുസ്ലിം ലീഗിന് വേണ്ടി സിന്ദാബാദ് വിളിച്ച, മുസ്ലിം ലീഗിന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച, മുസ്ലിം ലീഗിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ആരെയുമല്ല ആ സീറ്റിലേക്ക് മത്സരിപ്പിക്കുന്നത്. ഹിന്ദു എന്ന് പറയുന്ന പത്രം എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ ഡീൽ, ദിസ് ഈസ് എ ബിസിനസ് ഡീൽ എന്നാണ്. ആ രീതിയിലാണ് മുസ്ലിം ലീഗ് രാജ്യസഭാ സീറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ ഈ ധനാഭിവൃദ്ധിയെ പിന്തുണക്കുമ്പോൾ നമുക്കറിയാം, ഒരു ജനതയുടെയും നാടിൻ്റെയും ഭരണാധികാരികളുടെയും ദൈനംദിന പ്രവർത്തനത്തിൻ്റെ കണ്ണാടിയാണ് പോലീസും ജയിലും അതിൻ്റെ ഇടപെടലുകളും നടപടികളുമെന്ന് നമുക്കറിയാം. ഭരണനിർവഹണത്തിലെ കാര്യക്ഷമതയുടെ അളവുകോലായാണ് പൊതുസമൂഹം ഇതിനെ വിലയിരുത്തുന്നത്. സർ, ലോകത്തെ ഏത് പോലീസ് സംവിധാനത്തോടും കിടപിടിക്കുന്നതാണ് നമ്മുടെ പോലീസ് സംവിധാനവും ജയിലുകളും എന്നത് അഭിമാനകരമാണ്. കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും തെളിയിക്കുന്നതിലും നീതി നിർവഹണത്തിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സേന കേരള പോലീസാണ്. സമീപകാലത്തുണ്ടായ ഓരോ കേസുകളും എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് അക്കമിട്ടുകൊണ്ട് ഇവിടെ സമർത്ഥിക്കാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ആൾക്കൂട്ട കൊലപാതകങ്ങളും വർഗീയ കലാപങ്ങളും വാർത്തയല്ലാത്ത വിധം ജനജീവിതം ഭീതിതമായ പരിസരത്ത് നിർത്തപ്പെടുമ്പോൾ മതവർഗീയ കലാപങ്ങളില്ലാത്ത, ആൾക്കൂട്ട കൊലപാതകങ്ങളില്ലാത്ത സ്വസ്ഥമായ ജീവിത പരിസരം ഉറപ്പാക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് 2 ദിവസം മുമ്പ് ഞാനൊരു വാർത്ത വായിക്കുകയുണ്ടായി. മൊറാദാബാദിലെ മസ്ജിദിലെ ഇമാം മൗലാന അക്രം സാഹിബിനെ ഹിന്ദുത്വ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ആ രീതിയിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷ വിഭാഗത്തെ. പക്ഷെ കേരളത്തിൽ ആ എല്ലാ ജനവിഭാഗത്തിനും സ്വൈരമായി ജീവിക്കാനുള്ള അവസ്ഥ സംജാതമാക്കിയത് ഈ ക്രമസമാധാന പാലനീയ ഉത്തരവാദിത്വമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന കാര്യം നന്ദിയോടെ സ്മരിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതായിട്ടുണ്ട്. എന്നാൽ 10,000-കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ സമൂഹത്തെ പൊതുവിൽ ഗ്രസിച്ച വീഴ്ചകൾ ഒറ്റപ്പെട്ട വ്യക്തികളിലും സംഭവിച്ചിട്ടുണ്ട് എന്നത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ അത്തരം പുഴുക്കുത്തകളോട്
വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നതാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ പ്രവർത്തന രീതി. സർ, ജനകീയ സർക്കാരിൻ്റെ മുഖമെന്ന നിലയിൽ തന്നെ പോലീസ് സംവിധാനം ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിലകൊള്ളുന്നതാണ് കഴിഞ്ഞ 8 വർഷക്കാലമായി നമ്മൾ കാണുന്നത്. ദേശീയ ക്രൈം ഡാറ്റകൾ ഉദ്ധരിച്ച് കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്ന ഒരു ആഖ്യാനം പലപ്പോഴും കേൾക്കാറുണ്ട്. ഇതിന് കാരണം മലയാളിയുടെ നിയമസാക്ഷരതയും സേനയിലുള്ള വിശ്വാസവുമാണെന്നതാണ് വസ്തുത. മറ്റു പല സ്റ്റേറ്റുകളിലും പോലീസിൽ എത്തുന്നതും കേസ് രജിസ്റ്റർ ചെയ്യുന്നതും വലിയ കുറ്റകൃത്യങ്ങൾ മാത്രമാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും ചെറിയ കുറ്റകൃത്യങ്ങൾ വരെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഓരോ കാലത്തും ഓരോ തരം വെല്ലുവിളികളാണ് സേനക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇതിനനുസൃതം സേനയെ ശാസ്ത്രീയമായി നവീനമാക്കുക എന്നതാണ് ഈ സർക്കാരിൻ്റെ നയം. പശ്ചാത്തല വികസനത്തിനും സേനാ അംഗങ്ങളുടെ മാനസിക ശാരീരിക ക്ഷമതക്കും മുന്തിയ പരിഗണനയാണ് ഈ സർക്കാർ നൽകി വരുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളെയും കുറ്റകൃത്യങ്ങളെയും പ്രതിരോധിക്കാൻ മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നത് എന്ന് നമുക്കറിയാം. കേരള പോലീസിൻ്റെ സ്ത്രീ സുരക്ഷാ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമാണ്. സർ, വനിതാ പോലീസ് സ്റ്റേഷനുകൾ, വനിതാ ബറ്റാലിയൻ അപരാജിത, വനിതാ സെൽ, പിങ്ക് പോലീസ്, നേവൽ ബീറ്റ്, വനിതാ സ്വയം പ്രതിരോധ സംഘം, വനിതാ ബീറ്റ്, പിങ്ക് പ്രൊട്ടക്ഷൻ പ്രൊജക്റ്റ് എന്നിവ 2021 ജൂലൈ 19 നിലവിൽ വന്നു. സ്ത്രീധന പീഡനങ്ങൾ, സൈബർ അതിക്രമങ്ങൾ, പൊതു ഇടങ്ങളിലെ അവഹേളനങ്ങൾ എന്നിവ നേരിടുന്നതിന് പിങ്ക് പോലീസ്, പിങ്ക് പെട്രോൾ, പിങ്ക് ജനമൈത്രി ബീറ്റ്, പിങ്ക് കൺട്രോൾ റൂം, പിങ്ക് ഷാഡോ, പിക് റോമിയോ കൗൺസിലിംഗ് സംവിധാനം തുടങ്ങിയവ നൽകിയിട്ടുള്ള സുരക്ഷിതത്വ ബോധം നമ്മുടെ സ്ത്രീകളിൽ വലിയ മാറ്റവും ഉണർവും സൃഷ്ടിച്ചിട്ടുണ്ട്. സർ, സൈബർ കുറ്റകൃത്യങ്ങൾ ക്രമാതീതമായി ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്ത് അരങ്ങേറിയ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പലതിലും സേന കരസ്ഥമാക്കിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ കേരളത്തിൻ്റെ കേസിൻ്റെ മെറിറ്റിലേക്ക് എത്തിപ്പെടാനും കുറ്റവാളികളെ കണ്ടെത്താനും നമ്മുടെ പോലീസിന് കഴിഞ്ഞതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സർ, ഇതുകൊണ്ട് തന്നെയാണ് സേനയുടെ മികവിനും ആധുനികവൽക്കരണത്തിനുമായി നിരവധി പുരസ്കാരങ്ങൾ നമ്മെ തേടിയെത്തിയത്. കേരള പോലീസിന്റെ 3 പ്രൊജക്ടുകൾക്ക് ഈ വർഷത്തെ സ്കോച്ച് അവാർഡുകൾ ലഭിച്ചു. വെൽച്ചർ ക്യൂ, EVIP, OTP തട്ടിപ്പറിയുന്നതിനുള്ള ബാങ്കുകളുടെ പങ്കാളിത്തത്തോടെ വികസിപ്പിച്ച വാട്സപ്പ് സംവിധാനം എന്നിവക്കാണ് അവാർഡുകൾ ലഭിച്ചത്. ഒരു സ്വതന്ത്ര സ്ഥാപനം നൽകുന്ന രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് സ്കോച്ച് അവാർഡ്. 2018 പ്രളയത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേരള പോലീസിന് സ്കോച്ച് ഗോൾഡ് അവാർഡ് ലഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷം സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്, പിങ്ക് പോലീസ് പട്രോൾ, പഠനം ഉപേക്ഷിച്ച കുട്ടികൾക്ക് പഠനം തുടരാൻ പ്രോത്സാഹനം നൽകുന്ന ഹോപ്പ് പദ്ധതി എന്നിവർക്ക് സ്കോച്ച് ഓണർ ഓഫ് മെറിറ്റ് അവാർഡ് ലഭിച്ചിരുന്നു. കേരള പോലീസ് സൈബർ ഡോം, സൈബർ സുരക്ഷാ വിഭാഗത്തിൽ 2018 FICC സ്മാർട്ട് പോലീസിംഗ് അവാർഡുകൾ ഇവിടെ പ്രസ്താവ്യമാണ്. സർ, വിവിധ സംസ്ഥാന പോലീസ് സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ തുടങ്ങിയവയിൽ ലഭിച്ച 211 എൻട്രികളിൽ നിന്നാണ് ഫിക്കി സ്മാർട്ട് പോലീസിംഗ് അവാർഡ് നാം തെരഞ്ഞെടുക്കുന്ന അഭിമാനകരമാണ്. വ്യത്യസ്ത മേഖലയിലെ മികവിന് 5 പുരസ്കാരങ്ങൾ കേരളം കരസ്ഥമാക്കി. കൂടാതെ സ്പെഷ്യൽ ജൂറി അവാർഡും കേരള പോലീസിനാണ്. ഞാൻ ഇന്ന് ഈ മുഖ്യമന്ത്രിയുടെ ധനാഭ്യർത്ഥനയെ ഞാൻ പിന്തുണക്കുന്നു. താങ്ക് യു.